നമസ്കാരം. പിണറായി വിജയനെയും വീണ ജോർജിനെയും ഒക്കെ നാഴേക്ക് 40 വട്ടം കുറ്റപ്പെടുത്തി ആരോഗ്യ മേഖലയെ യൂട്യൂബർമാർ നമ്മൾ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. നമുക്കത് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടികൾ വിമർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് UDF വിമർശിക്കുമ്പോൾ അവരതിന് പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം LDFനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ UDFനെ വിമർശിക്കും. അതുകൊണ്ട് നമ്മളങ്ങ് വിട്ടേക്ക്. ഈ താഴെ കമൻ്റ് എഴുതാൻ വരുന്ന സഖാക്കന്മാർക്കും അതുപോലെ കൊങ്ങിക്കൂട്ടങ്ങൾക്കുമൊക്കെ ഒരു മറുപടി ആദ്യം തന്നെ പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. ഏതായാലും മെഡിക്കൽ കോളേജുകൾ, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ പോകണമെന്തിനാ? ഒരു നിവൃത്തിയും ഒരു ഗതിയും പരഗതി ഇല്ലാത്തതുകൊണ്ടാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചെന്നിട്ട് കടപ്പാടം എഴുതി വിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ട്, സർക്കാരും നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ സർക്കാർ സംവിധാനങ്ങൾ നമ്മളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ആശുപത്രിയിൽ ചെന്ന് നമ്മുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടി, നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി, ജീവനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന രോഗികളെ പിഴിയാനുള്ള ഒരു പുതിയ സംവിധാനം ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ, സ്വകാര്യ ആശുപത്രികളെ പോലെ നമ്മളെ മെഡിക്കൽ കോളേജുകളെ മാറ്റുക, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. അന്നന്നത്തെ അന്നത്തിന് അവരുടെ ജീവിതത്തിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഒടുക്കത്തെ ഒരു ആശ്രയമാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് ഓർമ്മ വേണം. മറ്റ് വലിയ ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഈ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഈ തെരുവിലിറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ ഇനി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പേടിച്ചു കണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോഴാണ് സർക്കാരിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു മരുന്നിനും ആശ്വാസത്തിനുമായിട്ട് സാധാരണക്കാർ ഈ വരാന്തകൾ വന്ന് കിടക്കുന്നത്, അവിടെ ക്യൂ നിൽക്കുന്നത്, നിരന്ന് നിൽക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ നെഞ്ചത്ത് കനൽ കോരിയിടുന്ന അതിദാരുണമായ വാർത്തയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത മെഡിക്കൽ കോളേജ്. അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ ഓടേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് എന്ന് പേര് കൊടുത്തു എന്നതിലുപരി അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. മെഡിക്കൽ കോളേജ് കോഴിക്കോട് തന്നെയാണ്. ഇതുവരെ പാവപ്പെട്ട രോഗികൾക്ക് തികച്ചും സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന 14ഓളം പാത്തോളജി ലാബ് പരിശോധനകൾക്കാണ് ഇപ്പോൾ ഫീസ് 30 രൂപ മുതൽ 800 രൂപ വരെ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 800 രൂപ തൊട്ട് 80 രൂപ പോലും ഇല്ലാത്തവരാണ് അവിടെ ചെല്ലുന്നത്. അതില്ലാത്തത് കൊണ്ട് ആശുപത്രിയിൽ ചെല്ലുന്നത്. ഇനി ഫീസ് ഇല്ലെങ്കിൽ ചികിത്സ ഇല്ല എന്നാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സാധുക്കൾ, ഈ പാവങ്ങൾ, അവരുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവരവിടെ കിടന്ന് നരകിച്ച് മരിച്ചോട്ടെ എന്നാണോ? ചികിത്സ കിട്ടാതെ മരിച്ചോട്ടെ, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്കും വരണ്ട, സ്വകാര്യ ആശുപത്രിയിലേക്കും പോണ്ട, നീയൊക്കെ അവിടെ കിടന്ന് പുഴുത്ത് ചത്തോട്ടെ എന്നാണോ ഇവിടുത്തെ സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയില്ല? അങ്ങനെ ആണോ? രക്തപരിശോധനകൾ കുറച്ച് മുമ്പ് തന്നെ പണം വാങ്ങി തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ പാത്തോളജി ലാബിലെ സാധാരണ പരിശോധനകൾക്ക് പോലും നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് വാങ്ങുകയാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള ബയോപ്സി പരിശോധനയ്ക്ക് ഇനി 150 രൂപ വേണമെന്നാണ് പറയണേ. രക്തം കട്ട പിടിക്കുന്നത് കണ്ടെത്താനുള്ള ലൂപ്പസ് ആൻറ്റികോഗുലൻ്റ് പരിശോധനയ്ക്ക് 800 രൂപ. ഇതൊക്കെ അങ്ങോട്ട് അടയ്ക്കാതെ ഇനി പരിശോധന നടക്കൂല. ഹിസ്റ്റോപാത്തോളജി, സെറ്റോളജി, അതുപോലെ ഹെമറ്റോളജി വിഭാഗങ്ങളിൽ പാവങ്ങൾക്ക് താങ്ങായിരുന്ന എല്ലാ പരിശോധനകൾക്കും ഇതോടെ പൂട്ട് വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളിനി പരിശോധിക്കേണ്ട, പാവങ്ങൾ ഇനി മെഡിക്കൽ കോളേജിലും വരണ്ട, അതായത് ഗവൺമെൻറ് ആശുപത്രികളിലും ഇനി പാവങ്ങൾ പോകണ്ട. ഇനി അത് എനിക്ക് തോന്നുന്നു ഈ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഈ സാധുക്കളെ കൂടി പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ളൊരു പരിപാടിയാണ് തോന്നുന്നത്. നഷ്ടമാണത്രേ. വില കൂടി, അതുകൊണ്ട് ചെലവ് കൂടിയതുകൊണ്ട് ഫീസ് കൂട്ടിയെന്നൊക്കെയാണ് അധികൃതർ പറയുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി പാവപ്പെട്ടവർ ഇനിയിപ്പോൾ വല്ല CHC അല്ലെങ്കിൽ PHC പോയിട്ട് വല്ല പനിക്കുള്ള മരുന്നും അതുപോലെ ചുമയ്ക്കുള്ള മരുന്നും മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയുള്ളത് അവിടെ കിടന്ന് അനുഭവിച്ചു എന്ന് പറയുന്നതല്ലേ? മുരളീധരൻ അത് പറയുന്നതാണ് ഇതിനേക്കാളും നല്ലത്. കയ്യിലുള്ള തുച്ഛമായ പണം ലാബുകളിൽ ഫീസായി കൊണ്ടുകൊടുത്ത് മറ്റ് മരുന്നും വാങ്ങാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ലാതെ കണ്ണീരോടെ നിൽക്കുന്ന രോഗികളുടെ, അവരുടെ കൂടെയുള്ളവരുടെയൊക്കെ ഒന്ന് കാഴ്ച കരളലിയിക്കുന്ന കാഴ്ചയാണ് അത്. കുറച്ച് കണ്ണിനും ചങ്കിനും ഒക്കെ കുറച്ച് മൃദുത്വമുള്ളവർക്ക് മാത്രമേ, കാര്യം കൊണ്ട് നിർമ്മിക്കാത്തവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പല ലാബുകളിലായിട്ട് കയ്യിലുള്ള ചില്ലറ മുഴുവൻ കൊടുത്തിട്ട് തീർത്ത് അവിടെ മേലോട്ട് നോക്കി നിൽക്കണം. ഇങ്ങനെ പൈസ കൂട്ടി വാങ്ങുന്നതിന് മെഡിക്കൽ കോളേജിലെ അധികൃതർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. ഈ രോഗികൾ ഈ റിസൾട്ട്, ഇത് പരിശോധിച്ചിട്ട് റിസൾട്ട് കൊണ്ടുപോകണില്ല, അതുകൊണ്ട് ചിലവുണ്ട്, ആരും കൊണ്ടുപോകാത്തത് കൊണ്ട് ഫീസ് വെച്ചതാണത്രേ. അല്ല, അതിന് ആരെയാണ് കുറ്റം പറയേണ്ടത്? രോഗികളെയാണോ അതോ സർക്കാരിനെയാണോ അതോ ഈ ആശുപത്രി അധികൃതരെയാണോ? എല്ലാവർക്കും ഡിജിറ്റൽ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. പണ്ടത്തെ പോലെ പേപ്പറിലല്ലോ എഴുതുന്നേ. അവർക്ക് ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് അത് അവരുടെ നമ്പറിലേക്ക് അങ്ങ് ആഡ് ചെയ്താൽ പോരെ? ബന്ധപ്പെട്ട ഡോക്ടറൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലാബ് റിസൾട്ട് കിട്ടില്ലേ? എന്തിനാണ് ഇവർ വാങ്ങിക്കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? എല്ലാം ഡിജിറ്റലല്ലേ? ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ കേരളമൊക്കെ ആയിട്ട് എത്ര കാലമായി? ഇന്ത്യയിൽ ആദ്യം ഡിജിറ്റൽ ആയി മാറിയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങിക്കൊണ്ട് പോയില്ല എന്നുള്ളത് കാര്യമൊന്നുമില്ല. അവരുടെ റിസൾട്ട് അവിടെ ആഡ് ചെയ്തു, കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഡോക്ടർക്ക് എപ്പോൾ ആണെങ്കിലും നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഒരു മാസം മുമ്പുള്ള റിസൾട്ട് വേണമെങ്കിലും പരിശോധിക്കാമല്ലോ. ഈ പേപ്പർ വാങ്ങിക്കൊണ്ട് നടക്കണ്ടല്ലോ. അതുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോയില്ല എന്നുള്ളതൊരു സംഗതിയൊന്നുമല്ല.
രാസവസ്തുക്കളുടെ മെഷീനുകളുടെ വില കൂടി എന്ന് പറയുന്നതും ഒന്നും ശരിയൊന്നുമല്ല. എത്ര വില കൂടിയാലും ഇതൊക്കെ സേവനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് സർക്കാരിനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ്, ഈ സേവനങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ വോട്ട് വാങ്ങിയിട്ട് കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് കൊടുക്കണം. എല്ലാവർക്കും സർക്കാർ ഒരു കൊടുക്കുക. ഞങ്ങൾക്ക് ചികിത്സ ചെലവ് തരാൻ പറ്റില്ല, അത് പകരം സർക്കാർ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചികിത്സാ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വയ്ക്കോ, നിങ്ങൾ പോയി വാങ്ങിക്കോ, ആവശ്യമുള്ളവർക്ക് ഇൻഷുറൻസ് എടുത്തോ എന്നയക്കോ, എന്നാൽ കുഴപ്പമില്ല. മെഡിക്കൽ കോളേജിൽ ഇമാതിരിയുള്ള ഒരു പട്ടിത്തരം കാണിക്കുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം പച്ച സാധുക്കൾ, പാവങ്ങൾ, അവരുടെ അവസാന ആശ്രയമായിട്ടാണ് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കയറുന്നത്. അവിടെയും സ്വകാര്യ ആശുപത്രികളിൽ കൊടുക്കേണ്ടതുപോലെ ഫീസ് കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ചികിത്സിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. Different angles. Don't forget to subscribe and support this channel.